ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ടോപ്പിക്കാട്ടോ, ഫ്രണ്ട്ഷിപ്പ്. ദുര്യോധനൻ്റെയും കർണൻ്റെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് കൃഷ്ണൻ്റെയും കുചേലൻ്റെയും അർജുനൻ്റെയും കൃഷ്ണൻ്റെയും പിന്നെ നമ്മളിപ്പോഴത്തെ റീസെൻ്റായിട്ട് കണ്ട നൻപൻ എന്നുള്ള ഫിലിം, കാതൽ ദേശ അബ്ബാസ്, വിനീത്, അങ്ങനെയുള്ള ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇൻസ്പയർ ആയിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പ്. പക്ഷേ ഇവരത് കേട്ടപ്പോൾ കുറച്ച് വ്യത്യസ്തമായി തോന്നി. അത് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കണമെന്ന് ഉണ്ടായിരുന്നു. കർണനും അതുപോലെ ദുര്യോധനൻ്റെ ഭാര്യയായിട്ടുള്ള ഭാനുമതിയും കൂടെ കൊട്ടാരത്തിൽ ഒരിക്കൽ പകിട കളിക്കുകയുണ്ടായി. അപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കവേ അത് തുടരെ കണ്ടിന്യൂസ് ആയിട്ട് പോകവേ കർണന് മനസ്സിലായി കർണൻ ജയിക്കുകയാണ്. ആ സമയത്തിലാണ് ദുര്യോധനൻ്റെ വരവ്, കൊട്ടാരത്തിലേക്കുള്ള ഒരു വരവ്. അപ്പോൾ ഇത് കാണുകയാണ്, അതായത് ഭാനുമതി തൻ്റെ ഭർത്താവ് വരികയാണ്, അതുകൊണ്ട് താൻ എണീറ്റ് ഇങ്ങനെ നിന്ന് വരവേൽക്കണം എന്നിങ്ങനെ നിശ്ചയിച്ചിരുന്നപ്പോൾ ഭാനുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറിനെ ഫേസ് ചെയ്തിട്ടായിരിക്കുന്നത്. കർണൻ ഡോറിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വന്ന് അദ്ദേഹത്തിനെ കണ്ട് എണീറ്റ് നിന്ന സമയത്ത് കർണൻ വിചാരിച്ചു ഇവർ തോൽക്കണമുണ്ട്, എണീറ്റ് പെട്ടെന്ന് പോവുകയാണ് വെച്ചു. കർണൻ്റെ ബലിഷ്ഠമായ കൈ കൊണ്ട് പെട്ടെന്ന് ഭാനുമതിയുടെ കൈയൊന്ന് പിടിച്ച് ഇതാക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് കയറി പിടിച്ചത് അവരുടെ അരഞ്ഞാണത്തിലായിരുന്നു. അത് പൊട്ടി ആ മുട്ടുകളൊക്കെ മൊത്തം വെതറിപ്പോയി. ഈ കർണൻ അപ്പോഴും ദുര്യോധനൻ വന്നത് കാണില്ല. പക്ഷെ ഭാനുമതി കണ്ടു അത് ദുര്യോധനൻ വന്ന് നിൽക്കുന്ന ആ ഒരു സീന്. ഒരു ഭർത്താവ് ഒരു ഭാര്യനെ ഒന്ന് കാണുന്ന ഒരു അന്യപുരുഷൻ തൻ്റെ സുഹൃത്ത് ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കാണുന്നത്, അല്ലേ? സ്വാഭാവികമാണ്, തെറ്റിദ്ധാരണകൾ വന്നുകൂടാൻ വലിയ സമയമൊന്നും വേണ്ട. അപ്പോൾ ഇത് ആ സമയത്തിൽ എന്താണ് ഭാനുമതി ചെയ്യേണ്ടതെന്ന് ആളങ്ങനെ സ്റ്റണ്ണായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താ ഭർത്താവ് തന്നെക്കുറിച്ച് ഇരിക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ കർണനും അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ സുഹൃത്തും വന്ന് നിൽക്കണം. കർണനും എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാതെ അന്താളിച്ചിങ്ങനെ നിൽക്കുകയാണ് രണ്ടാളും. ദുര്യോധനൻ വന്നിട്ട് ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഈ മുത്തുകൾ ഞാൻ പെറുക്കണോ അതോ കൂട്ടിച്ചേർത്ത് വെക്കണമെന്ന്, അല്ലേ? അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, അപ്പോൾ ഇവർ രണ്ടാളും ചിന്തിച്ചു പോവും എന്നെക്കുറിച്ച് എന്താണ് എൻ്റെ ഭർത്താവ് വിചാരിക്കുക. അതുപോലെ കർണൻ വിചാരിച്ചു എൻ്റെ സുഹൃത്ത് എന്നെക്കുറിച്ച് എന്ത് കരുതും, ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയോട് എങ്ങനെ പെരുമാറും, എങ്ങനെ പെരുമാറില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവരുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. ദുര്യോധനൻ്റെ ഈ ഒരൊറ്റ ചോദ്യത്തിൽ അവർ ഉള്ളിൽ നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിച്ചില്ല ദുര്യോധനെ. അവർ മിസ്ജഡ്ജ് ചെയ്തു അദ്ദേഹം എന്ത് പറയുന്നതുകൊണ്ട്. അപ്പോൾ ഇവരുടെ ആ മിസ്ജഡ്ജിങ്, ഇവരുടെ മുഖത്ത് ആ പരിഭവം അത് മുഖത്തിൽ അവരുടെ ഇമോഷൻസ് ഉള്ളിലൂടെ പ്രകടിപ്പിക്കുന്നത് ദുര്യോധന അത് കാണുകയുണ്ടായി. ദുര്യോധന ഒറ്റ കാര്യമാണ് പറഞ്ഞത്, അതായത് എൻ്റെ പ്രിയ ഭാര്യയും എൻ്റെ പ്രിയ സുഹൃത്തെ, ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നിങ്ങൾ എൻ്റെ മേലെ വെച്ചിട്ടുള്ള വിശ്വാസം, അതുപോലെ ഞാൻ നിങ്ങളുടെ മേലെ വെച്ചിട്ടുള്ള വിശ്വാസം, അതുപോലെ നിങ്ങൾ എന്നെ ഒരിക്കലും വഞ്ചിക്കില്ല എന്നുള്ള കാര്യം ഇതെനിക്ക് നല്ല ഉറപ്പാണ്. ആ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടം എന്നാണ് പറഞ്ഞത്. അതായത് അദ്ദേഹത്തിൻ്റെ അടിയുറച്ചിട്ടുള്ള വിശ്വാസം, തൻ്റെ ഭാര്യ ഇങ്ങനെയൊന്നും പോവില്ല, അല്ലച്ചനെ തൻ്റെ സുഹൃത്ത് തൻ്റെ ഭാര്യയോട് ഇങ്ങനെ ചെയ്യില്ല എന്നുള്ള ആ ഒരു അടിയുറച്ചിട്ടുള്ള വിശ്വാസമാണ് ആ ഒരു ബന്ധം ഇന്നും മുന്നോട്ട് പോകാനുള്ളതിൻ്റെ കാരണം, അല്ലേ? നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കാണാം, മഹാഭാരതത്തിൽ ദുര്യോധന ആകെക്കൂടെ കരഞ്ഞിട്ടുള്ളതെന്ന് പറയപ്പെടുന്നത് കർണൻ മരിച്ചപ്പോൾ മാത്രമാണ്. തൻ്റെ 100 സഹോദരങ്ങളും 99 സഹോദരങ്ങളും മരിച്ചപ്പോൾ അദ്ദേഹം കരഞ്ഞിട്ടില്ല. കർണൻ മരിച്ചപ്പോഴാണ് അദ്ദേഹം കരഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മാതൃകയിൽ എല്ലാവരും മുമ്പോട്ട് പോകണം എന്നുണ്ട്. ഈ ഒരു മാതൃകയൊന്ന് അത് നമ്മൾ കണ്ട് പഠിക്കണം, കേട്ട് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.